ഓക്കെ, നമ്മൾ ഇപ്പോൾ ഫൈൻഡിങ് ദ റാങ്ക് ഓഫ് എ മെട്രിക്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റാങ്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് എക്ലോൺ ഫോം, റാങ്ക് എന്താണെന്ന് നമ്മൾ കണ്ടു. എക്ലോൺ ഫോം എന്ന് ഒരു മെട്രിക്സിനെ എക്ലോൺ ഫോമിലേക്ക് നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്താണ് നമുക്ക് ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്ന നമ്മുടെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ മെട്രിക്സ് ആണ്. റാങ്ക് ഓഫ് എ മെട്രിക്സ് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അത് എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെട്രിക്സ് റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മെട്രിക്സിനെ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്ലോൺ ഫോം ആക്കിയാൽ മതി, എക്ലോൺ മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട. അപ്പോൾ എക്ലോൺ ഫോം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് റോ വിട്ടതിന് ശേഷം രണ്ടാമത്തെ റോ മുതൽ ആദ്യത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് എന്താക്കി തുടങ്ങണം? നമ്മൾ 0 ആക്കി തുടങ്ങണം. അപ്പം എക്ലോൺ ഫോമിലേക്ക് ആ ഒരു മെട്രിക്സ് എന്താവും? കൺവേർട്ട് ആവും. അപ്പോൾ പറഞ്ഞ് മനസ്സിലാവാത്തവർക്ക് ഞാനൊന്ന് വരച്ച് കാണിച്ചു തന്നാൽ, ഫസ്റ്റ് റോ വിടുക, അതായത് എല്ലാം കഴിഞ്ഞു. സെക്കൻഡ് റോയിലെ ആദ്യത്തെ ഒരു എലമെൻറ്റ്, അതായത് ആദ്യത്തെ ഈ ഒരു എലമെൻറ്റ് എന്താവണം? 0 ആവണം. പിന്നെ മൂന്നാമത്തെ റോ എന്ന് പറയുമ്പോൾ ഈ മൂന്നാമത്തെ റോ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ആദ്യത്തെ 2 എലമെൻറ്റ്സ് എന്താവണം? 0 ആണ്. ഇനി നാലാമതൊരു റോ ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ എത്രയാണ്? 4 എലമെൻറ്റ്സ് അവിടെ എന്തായനെ? 0 ആവണമായിരുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ എന്തെന്ന് പറഞ്ഞാൽ എക്ലോൺ ഫോമിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ എക്ലോൺ ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്തെടുക്കണം? കൺവേർട്ട് ചെയ്ത് ഒരു മെട്രിക്സിനെ എടുക്കണം. ആ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക്, എക്ലോൺ ഫോം നമ്മൾ നടത്തുന്നത് റോ ട്രാൻസ്ഫോർമേഷൻസ് മാത്രം നടത്തിയിട്ടാണ്. നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻസ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ റോ ട്രാൻസ്ഫോർമേഷൻസ് മാത്രം നടത്തി നമ്മൾ എക്ലോൺ ഫോമിലേക്ക് ഈ ഒരു മെട്രിക്സിനെ കൺവേർട്ട് ചെയ്ത് എടുക്കുമ്പോൾ അതിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കണം. നോൺ സീറോ റോസ് എങ്ങനെ നോക്കുമെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത് കാണും, നമ്മൾ ചെയ്ത് കാണും. അപ്പോൾ അതിനു മുമ്പ് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നോൺ സീറോ റോസ് നമ്മളെങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ എക്ലോൺ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതായത് ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആക്കാൻ നോക്കി, ഇവിടുത്തെ 2 എലമെൻറ്റ്സ് 0 ആക്കുന്നു. അപ്പോൾ ഇങ്ങനെ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു റോ ഇപ്പോൾ ഫുള്ള് 0 ആയി പോയി എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും റോസ് എന്തായി പോകും? ഫുള്ള് 0 ആയി പോകും. ഇത് ഇപ്പോൾ നമ്മളിങ്ങനെ കൺവേർട്ട് ചെയ്യാം. നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? ഈ മൂന്നാമത്തെ റോ ഞാൻ എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ റോയിലെ ആദ്യത്തെ എലമെൻറ്റ് രണ്ടാമത്തെ എലമെൻറ്റ് എന്താക്കുക എന്നുള്ളത് 0 ആക്കുക എന്ന് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. റോ ട്രാൻസ്ഫോർമേഷൻസ് നടത്തി. പക്ഷേ നമ്മൾ ചെയ്തു വന്നപ്പോൾ അവസാനം ഇങ്ങനെ ഈ 2 എലമെൻറ്റ് 0 ആക്കിയപ്പോൾ ഈ മൂന്നാമത്തെ എലമെൻറ്റ് കൂടെ അങ്ങ് 0 ആയിപ്പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു റോ ഫുൾ എന്തായി അങ്ങ് പോവാം? 0 ആയി പോവാം. ആ റോ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. അപ്പം എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന് നമ്മൾ അപ്പം എണ്ണി നോക്കും. അപ്പോൾ എത്ര നോൺ സീറോ റോസ് ആണോ നമുക്ക് അവശേഷിക്കുന്നത്, അതാണ് നമ്മുടെ മെട്രിക്സിൻ്റെ എന്തെന്ന് പറയുന്നത്? റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പം ഇത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞപ്പം ഫോളോ ചെയ്യാത്തവർക്ക്, അതിപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോഴത്തേക്ക് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമെന്നില്ല. ചിലപ്പോൾ യൂട്യൂബിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചിലപ്പം എന്താണ് ഇത് അങ്ങനെ നാളെ കോളേജ് ഇത് ചെയ്യണം, അത് ചെയ്യണം, അല്ലെങ്കിൽ നാളെ എനിക്ക് ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ ആലോചിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം ഒന്ന് കാണാം, നമുക്ക് ചെയ്ത് കാണുമ്പോഴത്തേക്ക് ഏകദേശം പിടികിട്ടും. ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി, നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻസ് പഠിക്കാൻ വേണ്ടി നമ്മൾ എടുത്ത അതേ ഒരു മെട്രിക്സ് തന്നെയാണ് ഇവിടെ ഞാനൊരു പ്രോബ്ലത്തിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റാങ്ക് ഓഫ് എ മെട്രിക്സ് എങ്ങനെ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് എഴുതി വെച്ച് ഓർമ്മപ്പെടുത്തിയതിന് ശേഷം ഈ ഒരു മെട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് എക്ലോൺ ഫോമിൽ കൺവേർട്ട് ചെയ്ത് റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് ഞാൻ എഴുതുവാണ്. അപ്പോൾ റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് ഞാൻ എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? എനിക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ റാങ്ക് ഓഫ് എ മെട്രിക്സ് എക്ലോൺ ഫോം. ഇപ്പോൾ റാങ്ക് ഓഫ് എനി മെട്രിക്സ് എ ഇസ് ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ എക്ലോൺ മെട്രിക്സ്. അതായത് ആ എക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള എക്ലോൺ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എണ്ണിയാൽ എത്ര വാല്യൂ ആണ് കിട്ടുന്നത്, അതാണ് ആ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ബൈ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: ദ റാങ്ക് ഓഫ് any matrix, the rank of any matrix A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് is the number of non-zero rows. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ഇത് നമ്പർ ഓഫ് നോൺ സീറോ റോസ്, അതായത് നോൺ സീറോ റോസിൻ്റെ എന്തെന്ന് പറയുന്നത് നമ്പർ ആയിരിക്കും. അത് എപ്പോഴാണ് നമ്മൾ ആ നോൺ സീറോ റോസ് കൗണ്ട് ചെയ്യുന്നത്? വെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് ഇക്വലൻ്റ് എക്ലോൺ ഫോം, അല്ലേ? നമ്പർ ഓഫ് നോൺ സീറോ റോസ് വെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ്
ഇൻറ്റു ഇക്വാലൻറ്റ് എക്ലോൺ ഫോം. ആ ഇക്വലൻ്റ് എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണോ അതാണ് എന്തെന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനം നമ്മുടെ മനസ്സിൽ ഉണ്ട്, ഇത് നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റാങ്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് പടർന്നു വർഷിപ്പിനായിട്ട് എഴുതിയുണ്ടാകും. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർ ഫൈൻഡിങ് റാങ്ക് യു ഹാവ് ടു കൺവേർട്ട് മെട്രിക്സ് ഇൻറ്റു എന്ത് ഫോം? എക്കിലോൺ ഫോം. അതായത് എക്കിലോൺ ഫോമിലേക്ക് മെട്രിക്സിനെ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. സെക്കൻഡ് പരിപാടി ഇതിനെ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഫസ്റ്റ്. രണ്ടാമത്തെ കൗണ്ട് നോൺ സീറോ റോസ്. എന്നിട്ട് എത്ര നോൺ സീറോ റോസ് ഉണ്ടെന്ന്, റോ അറിയാലോ, ഇങ്ങനെ കോളം ആണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഈ റോസിൽ എത്ര എണ്ണം നോൺ സീറോ ഉണ്ടെന്ന് എന്ത് ചെയ്യണം? കൗണ്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞത്. അപ്പോൾ റോ ട്രാൻസ്ഫോർമേഷൻസ് മാത്രമേ നമ്മൾ എക്ലോൺ ഫോമിൽ നടത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പരിപാടി ഇവിടെ ചെയ്തു നോക്കാം. അപ്പം ലെറ്റ് നമ്മളിവിടെ ചെയ്യാൻ പോകും. ലെറ്റ് എ ഈസ് ഈക്വൽ ടു, നമ്മൾ ഏത് മെട്രിക്സാണ് എടുക്കുന്നത്? എ എന്ന് പറയുന്ന മെട്രിക്സാണ് എടുക്കുന്നത്. ലെറ്റ് എ ഈസ് ഈക്വൽ ടു, അപ്പോൾ മെട്രിക്സിൻ്റെ ഫോം ഞാൻ എഴുതി. എന്താണ്? 1 2 3. അപ്പോൾ ഫസ്റ്റ് റോ ഞാൻ ആദ്യം മെട്രിക്സ് തന്നെ നമുക്ക് എഴുതാം. പിന്നെ അതിന് ശേഷം നമുക്ക് എന്തിലോട്ട് പോയാൽ മതി? അടുത്ത സ്റ്റെപ്പ് പോലെ കൺവേർഷനിലേക്ക് പോയാൽ മതി. അപ്പോൾ 1 2 3 എന്ന് എഴുതി. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ 1 4 2 1 4 2. മൂന്നാമത്തെ റോ എന്ന് പറഞ്ഞാൽ 2 6 5. ഓക്കെ, എക്ലോൺ മെട്രിക്സിലോട്ടൊന്ന് മാറ്റണം. എക്ലോൺ മെട്രിക്സ് മാറ്റണമെങ്കിൽ നമുക്കൊരു കാര്യമുണ്ട്. ഇവിടെ ഒന്നാവണം എന്നൊക്കെ ഉള്ള പരിപാടികളൊക്കെ ഉണ്ട്. ഈ ഒന്നിന് ഇപ്പുറത്തുള്ള എലമെൻറ്റ്സ് എല്ലാം സീറോ ആവണം. അങ്ങനെ എക്ലോൺ ഫോമിലോട്ട് അങ്ങ് മാറ്റിയാൽ മതി. അപ്പോൾ സീറോയുടെ കൗണ്ട് മാത്രം നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി, ബാക്കി നോക്കാൻ നിൽക്കേണ്ട. നമുക്ക് എക്ലോൺ ഫോമിലുണ്ടെങ്കിൽ ആ മെട്രിക്സിനെ അടുത്ത സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് എക്ലോൺ മെട്രിക്സ് ആയിട്ട് തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നേരത്തെ അറിയാം. കൂടുതൽ പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ഫസ്റ്റ് നമ്മൾ ഈ രണ്ടാമത്തെ റോയിൽ, ആദ്യത്തെ റോ ഇതേപോലെ തന്നെ കിടക്കും. അപ്പോൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് ഞാൻ എഴുതുമ്പോൾ ഫസ്റ്റ് റോ അതേപോലെ തന്നെ നമുക്കങ്ങ് എഴുതി വെക്കാം, പിന്നെ കൺഫ്യൂഷൻസ് വേണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് റോ അതേപോലെ അങ്ങ് എഴുതി, അത് 1, പിന്നെ അടുത്തെന്താ 2, അടുത്തെന്താ 3. എനിക്ക് ഇനി അടുത്ത് കൺവേർട്ട് ചെയ്യേണ്ടത് ഈ ഒരു എലമെൻ്റാണ്. 1നെ 0 ആക്കണം. ഈ ഒരു 1 എന്ന് പറയുന്നത് 0 ആക്കണം. അപ്പോൾ ഇതെനിക്ക് അറിയാം. ദിസ് ഈസ് അവർ ഫസ്റ്റ് റോ. ഇത് നമ്മുടെ ഫസ്റ്റ് റോ ആണ്. ഇത് നമ്മുടെ സെക്കൻഡ് റോ ആണ്. ഇത് നമ്മുടെ എന്താണ്? തേർഡ് റോ ആണ്. അപ്പോൾ ഞാൻ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിനെയാണ് ഞാൻ അവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? 0 ആക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ 1 എന്ന് പറയുന്ന സ്ഥലത്ത് 0 ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. മുകളിൽ 1 കിടക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് 1 എന്ന് പറയുന്ന വാല്യൂ ഫസ്റ്റ് റോയിലുണ്ടെങ്കിൽ അത് ഭയങ്കര എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ ഒരു എലമെൻറ്റ് 0 ആവണമെങ്കിൽ എനിക്ക് റോയും തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനും വായിക്കാനൊക്കെ പറ്റത്തുള്ളൂ. റോയും തമ്മിലേ പറ്റത്തുള്ളൂ. ഡിവൈഡിങ്ങും മൾട്ടിപ്ലിക്കേഷനും റോയും തമ്മിൽ പറ്റത്തില്ല. നമ്മൾ ഒന്നീ കൂട്ടും ഒന്നീ കുറയ്ക്കും. ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് നമുക്ക് റോയിനെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ. അല്ലെങ്കിൽ R1 × R2 ഒന്നും എഴുതാനൊന്നും പറ്റില്ല. R1നെ മൊത്തത്തിൽ 2 കൊണ്ടോ 3 കൊണ്ടോ ഗുണിക്കുക, അല്ലെങ്കിൽ ഭാഗിക്കുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ R2നെ 2 കൊണ്ടോ 3 കൊണ്ടോ ഭാഗിക്കുക. അപ്പോൾ റോ ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് R1 R2 തമ്മിൽ, ഈ രണ്ട് റോസും തമ്മിൽ ഇങ്ങോട്ട് കൂട്ടൽ കുറയ്ക്കലങ്ങളുള്ള പരിപാടികളാണ്. ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് ഈ ഒരു എലമെൻറ്റ് 0 ആക്കാൻ വേണ്ടി നമ്മളിവിടെ ട്രാൻസ്ഫോർമേഷൻ എന്താണ് ആ ചേഞ്ച് എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട R2 ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ R2 ചേഞ്ചസ് 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. R2 ചേഞ്ച് ചെയ്യണമെന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. R2 ഇട്ടിട്ട് ഒരു ആരോ ഇടുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി R2നെ ഞാൻ മാറ്റാൻ പോവാണ്. ഇവിടെ R1നും R2നും R3ക്ക് മാറ്റമൊന്നുമില്ല, അത് അതേപോലെ എടുത്ത് എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു സാധനം ഈക്വൽ അല്ല, ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു മെട്രിക്സിലേക്ക് പോകാൻ പോവാണ്, വേറെ രീതിയിലുള്ളൊരു മെട്രിക്സിലേക്ക് പോകാൻ പോവാണ്, കൺവേർഷൻ നടത്താൻ പോവാണ്. ആ മെട്രിക്സിൻ്റെ പ്രത്യേകത R2 എന്ത് ചെയ്യപ്പെടുന്നു? ചേഞ്ച് ചെയ്യപ്പെടുന്നു. ഒരു ആരോ ഇട്ടപ്പോൾ മനസ്സിലായി R2ന് എന്തോ ചേഞ്ച് ഉണ്ട്. R2ൻ്റെ ചേഞ്ച് വരാനുള്ളത് ഈ ഫസ്റ്റ് എലമെൻറ്റ് 0 ആവുക എന്നുള്ളതാണ്. അപ്പോൾ റോ ട്രാൻസ്ഫോർമേഷൻ റോയും തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കൂട്ടലോ കുറയ്ക്കലോ എല്ലാം റോയും തമ്മിൽ നടത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ തൊട്ട് താഴെയുള്ള റോയിലേക്ക് നിങ്ങൾ കയറരുത്. നമ്മൾ മുമ്പ് മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന റോയിലുമായിട്ട് മാത്രം എന്ത് ചെയ്യാവൂ? റോ ഓപ്പറേഷൻസ് നടത്താവൂ. അല്ലെങ്കിൽ ചേഞ്ച് വരും. കാര്യം നമ്മൾ ഈ 2 6 5 നമ്മൾ വീണ്ടും മാറ്റാൻ പോവാം. അപ്പോൾ വീണ്ടും വലിയ കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം R2 എന്ന് പറയുന്നത് മാറ്റുന്നത് തൊട്ട് മുകളിലുള്ള, അല്ലെങ്കിൽ മുകളിലുള്ള ഏതെങ്കിലും ഇപ്പം തൊട്ട് മുകളിൽ ഒരെണ്ണം മാത്രമേ, ഒരു റോ മാത്രമേ ഉള്ളൂ, ആ റോയിലുള്ള എലമെൻസുമായിട്ട് കൂട്ടലോ കുറയ്ക്കലോ ചെയ്ത് വേണം മാറ്റാൻ. അപ്പോൾ തൊട്ട് മുകളിലുള്ള റോ എന്ന് പറയുന്നത് R1 ആണ്.
R1ൻ്റെ സ്ഥലത്ത് ഈ 1ൻ്റെ സ്ഥലത്ത് R1 കിടക്കുന്നത് 1 എന്ന് പറയുന്ന നമ്പർ തന്നെയാണ്. അപ്പം ഈ ഒരു എലമെൻ്റാണ് എനിക്ക് 0 ആക്കേണ്ടത്. ഇവിടുത്തെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻ്റാണ് എനിക്ക് 0 ആക്കേണ്ടത്. അത് R1 എന്ന് പറയുന്ന ഫസ്റ്റ് റോയിലെ എലമെൻസുമായിട്ട് ഓപ്പറേറ്റ് ചെയ്താണ് എനിക്ക് 0 ആക്കേണ്ടതെന്ന് ഞാൻ മനസ്സിൽ ഫിക്സ് ചെയ്തു. അപ്പോൾ R1 എന്ന് പറയുന്ന ഫസ്റ്റ് റോയിലെ എലമെൻസുമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ഒന്നീ കൂട്ടി അല്ലെങ്കിൽ കുറച്ചു. ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒന്നീ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക, രണ്ട് പരിപാടികൾ നടത്തും. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന എലമെൻ്റാണ് R1 എന്ന് പറയുന്ന റോയിൽ അതേ സ്ഥാനത്ത് കിടക്കുന്നത്. അപ്പോൾ താഴെയുള്ള നമ്മുടെ എന്താണ് R2ൻ്റെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അതേ സ്ഥാനത്ത് നമുക്ക് തൊട്ട് R1 മുകളിലുള്ള R1 എന്ന് പറയുന്ന റോയിൽ കിടക്കുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ഈ 1 എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സ്ഥലത്ത് 0 വരണമെങ്കിൽ ഈ 1ഉം ഈ 1ഉം കൂടെ കൂട്ടിയാലോ കുറച്ചാലോ 0 കിട്ടുമെന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൂട്ടലോ കുറയ്ക്കലോ, ഒന്നീ ആഡ് ചെയ്യുക, ഒന്നീ സബ്സ്ട്രാക്ട് ചെയ്യുക. അത് പറ്റിയില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ വരും. ഇപ്പം കൂട്ടിയാലോ കുറച്ചാലോ എന്തെങ്കിലും നടക്കുമെന്ന് നോക്കുക. കൂട്ടിയാലോ കുറച്ചാലോ നടക്കും. കൂട്ടിയാൽ 1 കൂടെ എന്തായി പോകും? 2 ആയി പോകും. ഇപ്പോൾ ഇവിടെ 2 എന്ന് പറഞ്ഞ് എഴുതേണ്ടി വരും. 2 നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് ഈ ഫസ്റ്റ് എലമെൻറ്റ് എന്താവണം? 0 ആവണം. അപ്പോൾ 0 ആവണമെങ്കിൽ 1 കൂടെ അങ്ങ് മൈനസ് ചെയ്താൽ മതി. 1 കൂടെ മൈനസ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിൽ സങ്കല്പിച്ചാൽ 1 മൈനസ് ചെയ്യുന്നു നല്ല ഇവിടെ എഴുതാനുള്ളത്. ഞാൻ ഈ 1നും വേണ്ടി, അത് ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും തമ്മിൽ എന്ത് ചെയ്യുന്നോ അത് തന്നെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റും ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റും തമ്മിൽ ചെയ്യേണ്ടി വരും. അതേപോലെ സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റും ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റും തമ്മിലും ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് 1 - 1 എന്നല്ല ഈ ചേഞ്ച് നമ്മൾ എഴുതേണ്ടത്. നമുക്ക് കംപ്ലീറ്റ് റോയിനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു എലമെൻറ്റ് മാത്രമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആ ചേഞ്ച് ജനറലൈസ് ചെയ്തിരുന്നു. ഈ 1ൽ നിന്ന് ഈ 1 കുറയ്ക്കണം. ഈ 1ൽ നിന്ന് 1 കുറയ്ക്കണമെങ്കിൽ ഈ R2 എന്ന് പറയുന്ന ഈ 1ൻ്റെ സ്ഥലത്ത് കിടക്കുന്ന എന്താണ്? R2 എന്ന് പറയുന്ന റോയില്ലേ, R2 എന്ന് പറയുന്ന റോയിൽ നിന്ന് ഞാൻ എന്ത് മൈനസ് ചെയ്യണം? ഈ R1 എന്ന് പറയുന്ന റോയിലെ എലമെൻറ്റ് മൈനസ് ചെയ്യണം. R1 എന്ന് പറയുന്ന റോയിലെ എലമെൻറ്റ് മൈനസ് ചെയ്യണം. അപ്പോൾ ജനറലൈസ് ചെയ്ത് എഴുതുമ്പോൾ ഈ 1 - 1 എന്നാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. നമ്മുടെ മനസ്സിൽ 1 - 1 വന്നാൽ മതി. പക്ഷേ 1ന് മാത്രം അത് ചെയ്യാൻ പറ്റൂ? അല്ല, എല്ലാ എലമെൻസിനും ചെയ്യണം. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ആ ഒരു റോയിലുള്ള ഫുൾ എലമെൻറ്റ് മൈനസ് തൊട്ട് മുകളിലുള്ള R1 എന്ന് പറയുന്ന റോയിലെ എലമെൻറ്റ്. അപ്പോൾ നമ്മുടെ കൺസേൺ ഇത്രയേ ഉള്ളൂ. ബാക്കി ഈ 4ഉം 2ഉം കൂടെ കുറയ്ക്കുമ്പോഴും 2ഉം 3ഉം കൂടെ കുറയ്ക്കുമ്പോഴും എന്ത് കിട്ടും എന്നുള്ളത് നമ്മുടെ പരിപാടിയല്ല. നമ്മുടെ മനസ്സിലെ ആ സാധനങ്ങളില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ഒരേ ഒരു സാധനം എന്ത് മാത്രമാണ്? ആദ്യത്തെ സെക്കൻഡ് റോയിലെ ആദ്യത്തെ എലമെൻറ്റ് എന്തായി പോകാമെന്ന് മാത്രമാണ്, 0 ആയി പോകാമെന്ന് മാത്രമാണ്. അപ്പോൾ നമ്മുടെ ചിന്ത ഇത്രയേ ഉള്ളൂ. ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാൻ തന്നാൽ നമുക്ക് എക്ലോൺ ഫോമിൽ റാങ്ക് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഇപ്പോൾ സിലബസിൽ ഉള്ളതെങ്കിൽ നമ്മൾ എക്ലോൺ ഫോം ഉപയോഗിച്ച് റാങ്ക് കണ്ടുപിടിക്കാൻ പറ്റണമെങ്കിൽ 2 സ്റ്റെപ്പ് ചെയ്യുക. ഒന്ന്, അതിനെ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. രണ്ടാമത്തെ നോൺ സീറോ എലമെൻറ്റ്സ് എഴുതുക. അപ്പോൾ എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഫസ്റ്റ് മെട്രിക്സ് എഴുതി, പിന്നെ നമ്മൾ റോസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തു. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കി ഏതൊക്കെ റോയിലെ ഏതൊക്കെ എലമെൻറ്റ് 0 ആക്കണോ നമ്മൾ ആദ്യമേ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിലെ ഒരു എലമെൻറ്റും എനിക്ക് 0 ആക്കാൻ പോകണ്ട. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് റോ ഇൻ്റർചേഞ്ച് ചെയ്തൊക്കെ എഴുതേണ്ടി വരും. അത് പിന്നത്തെ പരിപാടി, പിന്നെ വലിയ കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആക്കാനാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആക്കുന്നതിന് വേണ്ടി എനിക്ക് ഓപ്പറേറ്റിംഗ് ചെയ്യാനായിട്ട് അവൈലബിൾ ഉള്ള തൊട്ട് മുകളിലുള്ള റോയിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 1 ആണ്. 1 കൂടെ മൈനസ് ചെയ്താൽ 0 ആയി പോകും. അപ്പോൾ 1 - 1 എന്ന് എനിക്ക് ഇവിടെ റോ ചേഞ്ചസ് ടു R2 ചേഞ്ചസ് ടു 1 - 1 എന്ന് എഴുതാൻ പറ്റില്ല. ഈ 1 - 1 ചെയ്താൽ 4 - 2 ചെയ്യണം, 2 - 3 ചെയ്യേണ്ടി വരും ആ കറസ്പോണ്ടിങ് എലമെൻറ്റ്സിൻ്റെ സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഫുൾ റോ റെപ്രസെൻ്റ് ചെയ്ത് R2 - R1 എന്നാണ് എഴുതിയത്. തിരിച്ചെഴുതാതിരിക്കുന്നത് നല്ലത്. R1ൽ നിന്ന് R2 മൈനസ് ചെയ്താലും 1 - 1 0 കിട്ടും. പക്ഷെ അങ്ങനെ എഴുതരുത്. നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ മാർക്കിനും നല്ലത് എന്താണ്? R2ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുന്ന രീതിയിൽ R1 കൂടുതൽ പറഞ്ഞ് അത് വീണ്ടും കുളമാക്കുന്നില്ല, അങ്ങനെ എഴുതിയാൽ മതി. R2 അല്ലേ ചേഞ്ച് ചെയ്യുന്നത്? ഫസ്റ്റ് R2 തന്നെ കാണണം. അത് കഴിഞ്ഞിട്ട് മുകളിലുള്ള R1 കയറ്റിയാൽ മതി. അപ്പോൾ അത് മനസ്സിൽ വെച്ചോണേ. അപ്പോൾ അതാണ് സംഭവം. എന്തൊക്കെയോ പറയുന്നത്. അപ്പം ഇപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇത് 0 ആക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് R2 - R1 എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാം. അപ്പം എല്ലാത്തിലും ചെയ്യണേ. ഫസ്റ്റ് റോയിലെ R2 എന്ന് പറയുന്ന സ്ഥലത്ത് കിടക്കുന്ന എലമെൻറ്റ് ഏതാണ്? 1. അതേ സ്ഥലത്ത് R1ൽ കിടക്കുന്ന എലമെൻറ്റ് 1. 1 - 1 എത്ര വരും? 0 വരും. കണ്ടോ, ഫസ്റ്റ് ഓപ്പറേഷൻ 0 ആണ്. ഇനി ഞാൻ ഈ ഓപ്പറേഷൻസ് ഇവിടെ നടത്തുകയാണെങ്കിൽ, ഇവിടെ ചെയ്യുകയാണെങ്കിൽ, ഇപ്പം എനിക്കിപ്പം ഇതെന്താണ്? R2 - R1 ആണ് കിടക്കുന്നുണ്ടോ? R2 - R1 ഞാൻ ചെയ്ത എന്താണ്? R2 - R1 R2ലെ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ് അതായത് 1, പിന്നെ മൈനസ് അതേപോലെ ഇട്ടു. R1ലെ ഫസ്റ്റ് റോയിലെ അതേ എലമെൻറ്റ്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1. R2 എന്ന് പറയുന്ന സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് R1 - R1 എന്ന് പറയുന്നതിന് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് 1 - 1 എത്ര കിട്ടി? 0 കിട്ടി.
ഫസ്റ്റ് എലമെൻറ്റ് കിട്ടി. ഇനി രണ്ടാമത്തെ സ്ഥലത്ത് ഈ സാധനം മാറും, ഈ സാധനവും മാറും, കാര്യം ജനറലൈസ് ചെയ്ത് R2 - R1 ആണ്. അപ്പോൾ ഇതും കൂടെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, R2 - R1. അപ്പോൾ ഇത് മൈനസ് ഇതാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് ഈക്വൽ ടു R2 - R1 എന്ന് പറയുന്നത് അവിടെ എന്തൊരു 4 - 2 വരും രണ്ടാമത്തെ സ്ഥലത്ത് വരുമ്പോൾ, അല്ലേ? 4 - 2 വരുമ്പോൾ എത്ര വരും? 2. ഇപ്പോൾ ഇവിടെ 2 വന്നു. ഇനി മൂന്നാമത്തെ സ്ഥലത്ത് വരുമ്പോൾ എന്താണ്? മൂന്നാമത്തെ എലമെൻറ്റും ഇവിടുത്തെ മൂന്നാമത്തെ എലമെൻറ്റും കൂടെ ഓപ്പറേറ്റ് ചെയ്യണം. R2 - R1 ആണ്. അപ്പോൾ 2 - 3. 2 - 3. അപ്പോൾ 2 - 3 3 - 2 ആയിരുന്നെങ്കിൽ നമുക്ക് 1 എഴുതായിരുന്നു. വലുതെന്ന് ചെറുത് കുറച്ച് കഴിക്കുമ്പോൾ ചെറുതെന്ന് വലുത് കുറയ്ക്കുമ്പം നിങ്ങൾക്ക് വലുതെന്ന് ചെറുത് കുറച്ചതിന് ശേഷം, അതായത് 3 നിന്ന് 2 കുറച്ചതിന് ശേഷം വലിയ സംഖ്യയുടെ ചിഹ്നം, അതായത് 3ൻ്റെ ചിഹ്നം -1 ഉണ്ട്. അപ്പോൾ 2 - 3 -1 ആണ്. -1. ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾ കാൽക്കുലേറ്റ് അടിച്ച് നോക്കിയാൽ മതി കേട്ടോ. നടക്കാനാണ് കാൽക്കുലേറ്റ് അടിച്ച് നോക്കിയാൽ. എന്നാലും ഞാൻ പറയും കാൽക്കുലേറ്റ് അടിച്ച് നോക്കുന്നത് തന്നെയാണ് നല്ലത്. കാര്യം ചിലപ്പോൾ തെറ്റിപ്പോവും. ഭയങ്കര കിടിലോ എന്ന് പറഞ്ഞ് 2 - 3 ഒക്കെ ചിലപ്പം -2 എന്നൊക്കെ എഴുതി വയ്ക്കുന്നവരുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞാത്തതുകൊണ്ടല്ല, അപ്പോഴത്തെ ആ ഒരു നമ്മളെ സ്വന്തം വണ്ടി നമ്പർ ഇടയ്ക്ക് നമ്മൾ മറന്നു പോയില്ലടി, അല്ലെങ്കിൽ ഫോൺ നമ്പർ തന്നെ നമ്മൾ ഇതാണ് ആ ഫോൺ നമ്പർ എന്ന് പറഞ്ഞത്. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്, എല്ലാവർക്കും ഉള്ളൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്പേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറക്കാം. ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി 2 - 3 ആണ്ട 2 - 3 എന്ന് അടിച്ചു നോക്കണം. -1. ഓക്കെ, അപ്പം ഒരു ആശ്വാസമായി. -1. ഇതൊക്കെ നിങ്ങളെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതിപ്പം ഒരു നാണക്കേടുമില്ല. അതങ്ങനെ കാൽക്കുലേറ്റ് അടിച്ചു നോക്കിയാൽ ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആൾ ഇതൊക്കെ അടിച്ചു നോക്കുന്നത് നാണക്കേട് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അത് ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നത് ചെയ്ത് നോക്കുക. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചെയ്ത് നോക്കുക. ആദ്യമല്ല, അവസാനം എക്സാമിന് ചെയ്യുമ്പോൾ എന്തായാലും ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള സിമ്പിളാണെന്ന് വിചാരിക്കുന്ന സാധനങ്ങളായിരിക്കും ഇതുപോലെ കൊച്ചു സാധനങ്ങൾ എഴുതി തെറ്റിച്ച് ഉള്ള മാർക്കെല്ലാം കളയുന്നത്. ചില സാറന്മാർ ചിലപ്പോൾ സ്റ്റെപ്പിനൊന്നും മാർക്ക് ഇടുകയോ ഇല്ല, അവസാനത്തെ ആൻസർ മാത്രം നോക്കി ചിലപ്പോൾ മാർക്ക് കിട്ടുമോ, 0 കിട്ടും. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെപ്പോലെ എല്ലാവരും എന്തുവാണ്, നമ്മളെപ്പോലെ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങൾക്ക് മാർക്ക് തരാൻ വേണ്ടി ഇരിക്കുന്നതെന്നുള്ള സങ്കല്പമൊന്നും വേണ്ട. ചിലപ്പോൾ എന്ത് ചെയ്യും, ചില റിവാലുവേഷനൊക്കെ കൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ 10-20 മാർക്കൊക്കെ കൂടില്ലേ. അപ്പോൾ അത് ഡിപ്പെൻസ്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ആലോചിക്കുക. അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നോക്കി തന്നെ ചെയ്യുക. അപ്പോൾ അതൊന്നും വിചാരിക്കൊന്നും വേണ്ട. കാര്യം അത് ചെയ്ത് നോക്കി തന്നെ ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയും. കാര്യം പറഞ്ഞില്ലല്ലോ. അപ്പം ഫസ്റ്റ് റോയിൽ അപ്പോൾ അത് പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത റോ R3 നമുക്ക് ചേഞ്ച് ചെയ്യണം. R3യിലെയും ഫസ്റ്റ് റോ, അപ്പം സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആക്കിയ പോലെ തേർഡ് റോയിലെയും ഫസ്റ്റ് എലമെൻറ്റ് ഇപ്പം തന്നെ 0 ആക്കാം. വീണ്ടും ഒന്നുകൂടെ എഴുതിക്കൊണ്ട് നിൽക്കേണ്ട, വേറെ പ്രശ്നമില്ല. 2 റോ ഇതായി. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാവും. ഈ ചേഞ്ച് ചെയ്ത റോ വെച്ച് ഇപ്പോൾ പിടിക്കരുത്. അത് ആലോചിച്ച് വേണം. നമ്മൾ ചേഞ്ച് ചെയ്യാതെ 1 2 3 അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ R3 R2 R1 തമ്മിലുള്ള ചേഞ്ച് മാത്രം അവിടെ നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അപ്പോൾ ഈ 2 0 ആവണം. അപ്പം നമ്മൾ R3 ചേഞ്ച് ചെയ്യണം. R3 ചേഞ്ച് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി R3 എന്ന് എഴുതിയിട്ട് ഒരു ആരോ ഇടും. R3 ചേഞ്ചസ് 2. ഇനി എങ്ങനെ ചേഞ്ച് ചെയ്യും? 2 എങ്ങനെ 0 ആവും? 2ഉം ഇവിടെ കിടക്കണം 1ഉം. അപ്പോൾ 2 നിന്ന് 1 കുറച്ചാൽ 1 കിട്ടും. 2 - 1. അതായത് നമ്മളിപ്പോൾ പറയുക R3, അതായത് ഇപ്പോൾ 2 - 1 എഴുതി കഴിഞ്ഞാൽ എന്താണ്? R3 മൈനസ്, നമ്മളിപ്പോൾ ഓപ്പറേഷൻ R3 മൈനസ് നമ്മൾ എന്തെന്ന് എഴുതുന്നു? R1 എന്ന് എഴുതുന്നു. ഈ R3 - R1 എന്ന് എഴുതിയ പരിപാടി നടക്കില്ല. R3 - R1 ചെയ്താൽ 2 - 1 എത്ര? 1 അല്ലേ കിട്ടൂ. ഇനി R3 + R1 എഴുതിയാൽ 2 + 1 3. 0 ആവുന്നില്ല. എന്തോന്ന് ചെയ്യും? ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്നുമില്ല, 2ൽ നിന്ന് 2 കുറച്ചാലേ 0 ആവും. നമുക്കറിയാമല്ലോ. 2ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 2 കുറയ്ക്കണം. ഇപ്പോൾ +2 - 2 ആയിരുന്നെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയാൽ 0 ആയേനെ. പക്ഷേ 2 ആണ്, 2 കുറയ്ക്കണം. 2 കുറയ്ക്കണമെങ്കിൽ ഇത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ടാണ് കുറയ്ക്കലിലേക്ക് പോയത്. നമ്മൾ കൂട്ടലിലേക്ക് വരത്തില്ല. -2 + 2 ഒക്കെ ആണെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയാലേ പറ്റത്തുള്ളൂ. രണ്ടും കൂടെ മൈനസ് ചെയ്താൽ 0യിലേക്ക് വരത്തില്ല. അത് പോട്ടെ. 2ഉം 1ഉം കൂടെ എന്തായാലും 0 ആകത്തില്ല. അപ്പോൾ 2 നിന്ന് 2 കുറയ്ക്കണമെങ്കിൽ ഇവിടെ 2 വരണം, അല്ലേ? വലിയ സംഖ്യ, ചെറിയ സംഖ്യ ഇവിടെ കിടക്കുകയാണ്, R1 കിടക്കുകയാണ്. ഈ ചെറിയ സംഖ്യ 1 മാറി 2 ആവണം. 1 മാറി 2 ആവാൻ എന്താണ്? 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഈ ഒരു സ്ഥലത്ത് 2 വരണമെങ്കിൽ ഐ ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 2. ഈ R1 എന്ന് പറയുന്ന സാധനത്തിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 2 വരില്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മളെ കൺസെപ്റ്റ് എങ്ങനെയാണ്? 2 - 2 ആവും. അപ്പോൾ 2 - 2 ആയാൽ 0 ആയി. അപ്പോൾ R1നെ മൈനസ് ചെയ്താൽ R3യിൽ നിന്ന് R1 മൈനസ് ചെയ്താൽ 2ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 1 കിട്ടത്തുള്ളൂ. 2ൽ നിന്ന് 2 മൈനസ് ചെയ്യണമെങ്കിൽ ഈ R1ൻ്റെ ഈ റോയിലെ ഈ സ്ഥലത്ത് 2 വരണം. ഈ സ്ഥലത്ത് 2 വരണമെങ്കിൽ ഈ ഫുൾ റോയിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ഇങ്ങനെ എഴുതും: R3 ചേഞ്ചസ് 2 R3 മൈനസ് R3 എന്ന് പറയുന്ന ഈ ഒരു റോ മൈനസ് എന്താണ്? അതായത് ഈ ഒരു റോ മൈനസ് ഇവിടെ എന്ത് വേണം? 2 വരണ്ടേ? അപ്പോൾ 2 × R1. 2 × R1 ചെയ്യുമ്പോൾ 2 × 1 എത്ര വരും? ഇവിടെ 2. അപ്പോൾ 2 - 2 എന്തായി പോവും? 0 ആയി പോവും.
അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഓപ്പറേഷൻ. അപ്പോൾ R3 മൈനസ് R1 അല്ല നമ്മൾ അവിടുത്തെ ഓപ്പറേഷൻ R3 മൈനസ് 2R1. എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ സംഖ്യകൾ ഇവിടെ വരണമെന്നില്ല. ഇവിടെ 3 വന്നിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ 3 വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തനെ? 3 മൈനസ് 3 ഇൻറ്റു R1 ചെയ്യേണ്ടി വന്നേ. അതായത് R3 മൈനസ് 3 ഇൻറ്റു R1 ചെയ്യേണ്ടി വന്നേ. ഇവിടെ ഇപ്പോൾ 5 വന്നിരുന്നെങ്കിലോ? അപ്പം ഇതിപ്പം 1 തന്നെ ഇവിടെ വരണമെന്നില്ല. ഇപ്പോൾ 2 വന്നാൽ അതിനനുസരിച്ച് നമ്മൾ വേറെ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മളിവിടെ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. ഈ സാധനം നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റിയിട്ടുണ്ടാവണം. അപ്പോൾ ഈ 2 0 ആവണമെങ്കിൽ നമുക്ക് ഈ മാർഗ്ഗമുള്ളൂ. അപ്പോൾ ഇതാണ് ഓപ്പറേഷൻ. അപ്പോൾ R3 സ്ഥലത്ത് ഫസ്റ്റ് എലമെൻറ്റ് കിടക്കുന്നത് 2 ആണ്. ദാറ്റ് ഈസ് 2. പിന്നെ ഈ മൈനസ് അതേപോലെ ഇട്ടു, മൈനസ് അതേപോലെ ഇട്ടു. 2 എന്ന് പറയുന്ന സംഖ്യ ഇവിടെ ഇട്ടു, 2 എന്ന് പറയുന്ന സംഖ്യ ഇവിടെ ഇട്ടു. R1 സ്ഥലത്ത് ഇവിടെ കിടക്കുന്ന വാല്യൂ 1 ആണ്. അതുകൊണ്ട് നോക്കിയുടെ 2 മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 0 കിട്ടും. ഈ എലമെൻറ്റ് 0 ആയില്ലേ? നമുക്കിപ്പോൾ വേറെ ഒന്നും എൻ്റെ സങ്കല്പമില്ല. ഈ ഫസ്റ്റ് എലമെൻറ്റ് 0 ആക്കുക, ബാക്കി എന്ത് മാങ്ങയാണോ കിട്ടട്ടെ, എന്തായാലും എന്ത് കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇനി അടുത്താണെങ്കിൽ ഇതേ സാധനം രണ്ടാമത്തെ എലമെൻറ്റ് തമ്മിലും ചെയ്യണം. 6ഉം 2ഉം വെച്ചും ചെയ്യണം. ഇപ്പോൾ ഈ 6 വെച്ചും ചെയ്യണം, 2 വെച്ചും ചെയ്യണം. അപ്പോൾ 6 എന്ന് പറയുന്നത് അപ്പോൾ ഈക്വൽ ടു R3 സ്ഥലത്ത് കിടക്കുന്ന വാല്യൂ 6 ആണ്. 6 പിന്നെ മൈനസ് ഇട്ടു, 2 ഇവിടെ ഉണ്ട്, ഇൻറ്റു എന്താണ് R1 സ്ഥലത്ത് കിടക്കുന്ന വാല്യൂ 2 ആണ് അല്ലേ? ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ടേ മൈനസ് ചെയ്യാവല്ലേ. ഇങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ഡൗട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും? 6 മൈനസ് 2 ഇൻറ്റു 2 എത്ര കിട്ടും? 2 എന്ന് പറഞ്ഞാൽ 6 മൈനസ് 4 2. അപ്പോൾ രണ്ടാമത്തെ എലമെൻറ്റ് 2 വന്ന് കണ്ട. പിന്നെ അടുത്തെന്താണ്? മൂന്നാമത്തെ എലമെൻറ്റ് ഈ 5ഉം 3യും കൂടെ അതേപോലെ ഓപ്പറേറ്റ് ചെയ്ത് നോക്കണം. 5 എന്ന് പറയുന്നത് R3 സ്ഥലത്ത് 5 കൊടുക്കുക, മൈനസ് 2 ഇൻറ്റു R1 സ്ഥലത്ത് നമുക്ക് എന്താ കിടക്കുന്നത്? 3 ആണ് കിടക്കുന്നത്. 3 കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 5 മൈനസ് 6 -1 എക്ലോൺ ഫോം ആയെന്നൊന്നും പറഞ്ഞ് വിളിച്ച് കളയരുത്. കാര്യം രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആയുള്ളൂ. ഇനി മൂന്നാമത്തെ റോയിലെ സെക്കൻഡ് എലമെൻറ്റും കൂടെ എനിക്ക് എന്താക്കാനുണ്ട്? 0 ആക്കാനുണ്ട്. അതും എൻ്റെ ഓപ്പറേഷനാണ്. സോ ലാസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ദിസ്. അപ്പം ഇതിൽ ആദ്യത്തെ 2 എലമെൻറ്റ്സ് 2 റോയ്ക്ക് എന്തൊന്നും ഇല്ല, ചേഞ്ചസ് ഒന്നുമില്ല. കാര്യം അതിന് ചേഞ്ചസിൻ്റെ ഒന്നും ആവശ്യമില്ല. 1 2 3 ഫസ്റ്റ് റോ, 0 2 -1 സെക്കൻഡ് റോ. മൂന്നാമത്തെ റോ ചേഞ്ച് ചെയ്യണം. മൂന്നാമത്തെ റോ ചേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ. R3 ഷാൽ ബി ചേഞ്ച്ഡ്. R3 ചേഞ്ച് ആവണം. R3 ചേഞ്ച് ആയില്ലെങ്കിൽ പ്രശ്നമാണ്. R3ക്ക് എങ്ങനെ ചേഞ്ച് വരണം? ഈ ഒരു ഫസ്റ്റ് എലമെൻറ്റ് 0 ആയി. R3യെ സംബന്ധിച്ചോളം അടുത്ത റോയും കൂടെ ആയിരുന്നു. ഫസ്റ്റ് റോയിൽ ഒന്നും 0 ആക്കിയില്ല. രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ എലമെൻറ്റ് 0 ആക്കി. മൂന്നാമത്തെ റോയിൽ ആദ്യത്തെ 2 എലമെൻറ്റ്സ് 0 ആക്കണം. അപ്പോൾ 2 എലമെൻറ്റ് ആദ്യത്തെ എലമെൻറ്റ് 0 ആയി കിടക്കുക. നമുക്ക് ഈ 2ഉം കൂടെ എന്തായി പോകണം? 0 ആയി പോകണം. അപ്പോൾ വീണ്ടും എൻ്റെ കൺസേൺ 2 0 ആക്കണം. 2 0 ആക്കുമ്പോൾ അതിന് തൊട്ട് മുകളിൽ 2 റോസ് എനിക്കുണ്ട്. അതായത് മുകളിൽ R1 എന്ന് പറയുന്ന ഈ റോയും ഉണ്ട്, R2 എന്ന് പറയുന്ന ഈ റോ ഉണ്ട്. ഈ 2 റോസ് വെച്ച് എനിക്ക് R3നെ എന്താക്കാം? R3യിൽ ഈ ഒരു എലമെൻറ്റ് 0 ആക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ മുകളിലത്തെ റോ ചൂസ് ചെയ്യണോ തൊട്ട് മുകളിലുള്ള റോ ചൂസ് ചെയ്യണോ എന്നുള്ളതാണ് നമുക്ക് ഈ കൂട്ടാനും കുറയ്ക്കാനുള്ള പരിപാടിക്ക്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലത്തെ റോ ചൂസ് ചെയ്താലുള്ളൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നമുക്ക് അപ്പം കണ്ടപ്പോഴത്തേക്കും നമ്മൾ ഇത്തിരി അഡ്വാൻസ് പെട്ടെന്ന് പറഞ്ഞു പോയി. നിങ്ങൾക്ക് ഒന്ന് പരത്തി ഒന്ന് എന്താണെന്നുള്ള നമ്മൾ അടുക്കിപ്പറക്കിയൊന്നും വെച്ചില്ല. നമ്മളിപ്പോഴാണ് അടുക്കിപ്പറക്കി വെക്കുന്നത് നമ്മൾ ചെയ്യുന്ന പരിപാടിയൊക്കെ. ഈ ഒരു വീഡിയോയിൽ ഇതുവരെയുള്ള വീഡിയോസിൽ പരത്തി അതും ഇതുമൊക്കെ അവിയൽ പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ അടുക്കി പറക്കുന്നത് ഇതെല്ലാം കൂടെ. ചുരുക്കി പറഞ്ഞാൽ 3 സ്റ്റെപ്പേ ഉള്ളൂ. നമ്മൾ കുറേ സമയമായി ഇങ്ങനെ വാചി ഓടിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഈ അടുക്കി പറക്കലിൻ്റെ ഭാഗമാണ്. അവസാനം നമുക്കിതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് എന്ത് ചെയ്യാം? ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാം. സോ അപ്പോൾ നമ്മൾ പറയാൻ വന്നത് ഈ 2 0 ആവണം. 2 0 ആക്കുമ്പോഴത്തേക്ക് ഈ 0 ആക്കിയ സാധനം മാറാനും പാടില്ല. അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ വേണം. അല്ലെങ്കിൽ നമ്മൾ തെറ്റിക്കും. ഇത് ഈ 0 എന്താവരുത്? 0 ആയ സാധനം 0 മാറരുത്. 0 ആയ സാധനം 0 മാറരുതെങ്കിൽ ഒരേ ഓപ്ഷൻ ഉള്ളൂ. ഈ 0 ആയതുമായിട്ട്, അതായത് നമ്മുടെ ഈ R3 ആയിട്ട് ഈ R1 എടുത്ത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പ്രശ്നം, ഈ R1ൻ്റെ സ്ഥലത്ത് ഈ 0ക്ക് R3യുടെ സ്ഥലത്ത് 0, അതേ സ്ഥലത്ത് R1ൻ്റെ സ്ഥലത്ത് കിടക്കുന്ന വാല്യൂ എന്താ? 1. അപ്പോൾ ഈ R3യും R1ഉം കൂടെ നമ്മൾ കൂട്ടലോ കുറയ്ക്കലോ ഒക്കെ ചെയ്താൽ ഈ 1 ഇവിടെ കയറും. എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് 0 ആക്കി വെച്ച സാധനത്ത് ഈ 1 വന്ന് കയറും. നമ്മൾ ഒരു സ്ഥലത്ത് കഷ്ടപ്പെട്ട് ഒരു സാധനത്തിന് അടിച്ചിറക്കി വിട്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും അതിനകത്ത് അടിച്ച് കയറ്റരുത്. തിരിച്ച് എന്ത് ചെയ്യരുത്? ഈസി അതിനകത്തോട്ട് വന്ന് കയറരുത്. അല്ലേ? നമ്മൾ സമ്മതിക്കൂ? ഇല്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് 0 ആക്കിയതാണ്. അപ്പോൾ അവിടേക്ക് വേറൊരു സാധനത്തിന് അടിച്ച് വീണ്ടും അതേ സാധനം തിരിച്ച് വന്ന് കയറാൻ സമ്മതിക്കരുത്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനം നമ്മൾ എടുത്ത് കളഞ്ഞു. ആവശ്യമില്ലാത്ത സാധനം എടുത്ത് കളഞ്ഞെങ്കിൽ അത് കളഞ്ഞേക്കുക. പിന്നെ എന്ത് ചെയ്യരുത്? ജീവിതത്തിലേക്ക് അതിനെ പിന്നെ റീ എൻട്രിക്ക് സമ്മതിക്കരുത്. അതുപോലെ 0 എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ട്. ആ 0 എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ 1 വന്ന് തിരിച്ച് കയറരുത്. 1 വന്ന് തിരിച്ച് കയറാതിരിക്കണമെങ്കിൽ ഈ R1 പരിപാടിയൊക്കെ നിർത്തണം. R1 നമുക്ക് മോശപ്പെട്ട സാധനം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ട, നമുക്ക് ആവശ്യമില്ലാത്തത്. R1നെ ചില കൊണ്ട് പല ഉപയോഗങ്ങളും പലർക്കും ഉണ്ടാവും. പക്ഷേ ഇപ്പം ഇനി നമ്മുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ R3 ഈ R1നെ അങ്ങ് ചവിട്ടി മാറ്റി വെച്ച്.
ഇനി പരിപാടി നടത്താൻ നമ്മളില്ലേ എന്ന് പറഞ്ഞാൽ മതി. ഇനി അപ്പം R3 ഇനി തൊട്ട് മുകളിലുള്ള ഈ സ്ഥലത്ത് 0 ഉള്ള റോസുമായിട്ട് ഓപ്പറേഷൻ നടത്തുന്നതാണ് ലാഭം, അല്ലെങ്കിൽ അത് നല്ലത്. അപ്പോൾ തൊട്ട് മുകളിൽ ഒരു റോ മാത്രമേ ഉള്ളൂ, R2 മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ R3 ചേഞ്ചസ് ടു ഈ 2 ആണ് 0 ആവേണ്ടത്. അപ്പോൾ 2 0 ആകുമ്പോൾ ഞാൻ R2 ആയിട്ടാണ് ഓപ്പറേഷൻ നടത്തുന്നതെന്ന് ചിന്തിച്ച് കൺഫേം ചെയ്ത സ്ഥിതിക്ക് ഈ R3യുടെ സ്ഥലത്ത് കിടക്കുന്ന 2ഉം അതേ സ്ഥലത്ത് R2ൽ കിടക്കുന്നത് 2 ആണ്. അപ്പോൾ രണ്ടും 2 ആണ്. അപ്പോൾ രണ്ടും കൂടെ അങ്ങ് മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ ഇങ്ങനെ എഴുതാം, R3 ചേഞ്ചസ് ടു R3 മൈനസ്, ഫസ്റ്റ് R3 ആണ് എഴുതിയേ, R3 എന്ന് പറയുന്ന റോയിലെ എലമെൻറ്റ് മൈനസ് R2 എന്ന് പറയുന്ന റോയിലെ എലമെൻറ്റ്. അതിൻ്റെ ഒരു പ്രത്യേകത, അപ്പം ഞാനിപ്പം ഇവിടെ ഇങ്ങനെ എഴുതുവാണ്, എഴുതി കഴിഞ്ഞാൽ R3 മൈനസ് R2 എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ എന്താണ് ഓപ്പറേഷൻസ് വരുന്നത്? R3 മൈനസ് R2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് 0 മൈനസ് 0 അതല്ലേ, 0 മൈനസ് 0 എന്നേ വരത്തുള്ളൂ. അപ്പോൾ ഇത് 0 ആയിട്ട് തന്നെ നിൽക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇത് 0 ആയിട്ട് തന്നെ നിൽക്കും. ഇവിടെ വേറെ പരിപാടികളൊന്നും വേറെ 0 ഒന്നും കയറത്തില്ല. പക്ഷേ ഇതേ സമയത്ത് R1 ആയിരുന്നെങ്കിൽ, R3 മൈനസ് R1 ആയിരുന്നെങ്കിൽ ഇവിടെയും 2 കൊടുക്കുന്നുണ്ട്, ഇതും 2 മൈനസ് 2 ഇവിടെ 0 ആവും. പക്ഷേ അത് വെച്ചുകൊണ്ട് നമ്മൾ ഇത് മൈനസ് ഇത് കൊണ്ടുവന്ന് ഇവിടെ 0 മൈനസ് 1 എന്ന് പറഞ്ഞാൽ -1 ഇവിടെ വന്ന് കയറും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ അനുവദിക്കരുത്, ഇത് 0 ആക്കി തന്നെ നടക്കുക. അപ്പോൾ അതുകൊണ്ടാണ് തൊട്ട് മുകളിലുള്ള R2ൽ തന്നെ നമ്മൾ ഓപ്പറേഷൻ നടത്തിയത്. ഇനി രണ്ടാമത്തെ എന്താണ്, 2 മൈനസ് 2, അതായത് ഈക്വൽ ടു 2 മൈനസ് 2. 2 മൈനസ് 2 എന്താണ്, 0 ആണ്, 0 ആയിപ്പോയി. ഇപ്പോഴത്തെ -1 അപ്പോൾ എന്താണ്, -1 മൈനസ് ഇവിടെ ഇട്ടു, ഈ -1 കൂടെ എഴുതുമ്പോഴത്തേക്ക് -1. അപ്പോൾ -1 എന്ന് പറയുമ്പോൾ -1 കൂടെ എന്താവും, +1. -1 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 ആണ്. 0 കണ്ട, ആഹാ, എക്ലോൺ ഫോമായി നമ്മൾ എങ്ങനെ കൺഫേം ചെയ്തു? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആയി, ഫസ്റ്റ് റോയിൽ ഒന്നും നോക്കണ്ട, നമ്മൾ 0 ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഒന്നും നോക്കണ്ട. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് എന്തായി, 0 ആയി. തേർഡ് റോയിലെ ആദ്യത്തെ 2 എലമെൻറ്റ്സ് എന്തായി, 0 ആയി. ബാക്കിയൊന്നും എൻ്റെ കൺസേണേ അല്ല. അപ്പോൾ ഇത് എന്തിലോട്ട് മാറി, ദിസ് ഈസ് കൺവേർട്ടഡ് മാട്രിക്സ് ഇൻറ്റു എന്താണ്, എക്ലോൺ ഫോം. ഇനി എക്ലോൺ മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ 1 വരണം, അതായത് ഇവിടെ 1 വരണം. അത് ഈ R2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിലോട്ടൊന്നും പോകണ്ട, കാര്യം അതിന് നമുക്ക് ആവശ്യമില്ല. നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാൻ ആ ഒരു എക്ലോൺ മെട്രിക്സിലേക്ക് കൺവേർട്ട് എക്ലോൺ ഫോമിലോട്ട് മാറ്റിയാൽ മതി. എക്ലോൺ ഫോമിലോട്ട് ആയി കഴിഞ്ഞാൽ എക്ലോൺ മെട്രിക്സിലാക്കാൻ വേണ്ടി പാടൊന്നുമില്ല, ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് കൗണ്ട് ചെയ്യും, കൗണ്ട് ദ നോൺ സീറോ റോസ്, അതായത് നമ്പർ ഓഫ് നോൺ സീറോ റോസ് നമ്മളിവിടെ എഴുതും. നമ്പർ ഓഫ് നോൺ സീറോ റോസ്. എൻ്റെ പേന പറഞ്ഞു, ഇവിടെ ബ്ലാക്ക് പേന, അത് ഇപ്പം ഇതിട്ട് എഴുതിയ അത്ര സെറ്റ് പോലെ എനിക്കത്ര പേന കൊള്ളാം. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോഴേ ഈ ബ്ലൂ കാണുമ്പോഴത്തേക്ക് ഒരു 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 കാണാൻ ബുദ്ധിമുട്ടായിരിക്കും, അതാണ്. അപ്പോൾ നമ്പർ ഓഫ് നോൺ സീറോ റോസ്, ഇവിടെ ഈ റോ ഫുള്ള് 0 ആണ്, അല്ല, അപ്പോൾ ഒരു റോ 0 അല്ലാതുണ്ട്. ഇത് ഫുള്ള് 0 ആണല്ലോ, അപ്പോൾ 2 റോ 0 അല്ലാതുണ്ട്. ഇത് ഫുള്ള് 0 ആയിപ്പോയില്ല, അപ്പോൾ 3 റോ 0 അല്ലാതില്ല, മൂന്നാമത്തെ റോസ് ഫുള്ള് 0 ആയിപ്പോയി. അപ്പോൾ മൊത്തത്തിൽ നോൺ സീറോ ആയിട്ടുള്ള റോസ് എത്ര എണ്ണം ഉണ്ട്, 1 2. അപ്പം നോൺ സീറോ റോസിൻ്റെ നമ്പർ 2 ആണ്. ഈ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, റാങ്ക് ഓഫ് മെട്രിക്സ് എ എന്ന് പറയുന്നത്. ആ മെട്രിക്സ് എയുടെ റാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്, റാങ്ക് ഓഫ് മെട്രിക്സ് എ. നമ്മളെങ്ങനെ എഴുതും, സ്മാൾ ലെറ്റർ R ഇട്ടിട്ട് ബ്രാക്കറ്റിനകത്ത് എ ഇടും, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 2. നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ് റാങ്ക് ഓഫ് എന്താണ്, മെട്രിക്സ് എ എന്ന് പറയുന്നത്. സോ ആക്ച്വലി ദിസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അനദർ മെട്രിക്സ്. അനദർ മെട്രിക്സ് നമുക്ക് വേണമെങ്കിൽ ബി എന്ന് പറയാം. ഇറ്റ് ഈസ് ഇക്വലൻറ്റ് മെട്രിക്സ്, എക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു എക്ലോൺ മെട്രിക്സ് ആണ് ഇട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു എക്ലോൺ മെട്രിക്സ് വെച്ചിട്ടുണ്ട് വി ക്യാൻ ഡിഫൈൻ ദ റാങ്ക്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പരിപാടി. അപ്പോൾ ഇതൊരു 3x3 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു 4x4 മെട്രിക്സ് എന്ത് ചെയ്യാൻ നോക്കാം, റാങ്ക് കണ്ടുപിടിച്ച് നോക്കാം. 4x4 മെട്രിക്സ് ആണെങ്കിൽ ഇത്തിരി പരിപാടി ഉണ്ടല്ലേ. ഇത് 4x4 ആകുമ്പോൾ ഇത്തുകൂടിയും എലമെൻറ്റ്സ് 0 ആക്കാൻ പറ്റും. അപ്പോൾ 4x4 വരെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ എന്തുള്ളൂ, സാധ്യത ഉള്ളൂ.